നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വെയിറ്റ് കൂടിയ ആളുകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു റമദാൻ കാലം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരും ഈ നോമ്പ് എടുക്കുന്നതിന് മുൻപ് ഉള്ള സെയിം വെയിറ്റ് ആയിട്ടാണ് നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തോട്ട് വരുന്നത്. അപ്പം അത് നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാനിപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ലോസും അതുപോലെ തന്നെ ഡയബറ്റീസിനൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്തിട്ട് ബോഡിയൊക്കെ ശരിക്കും ഒരു നല്ല ഡീടോക്സിഫിക്കേഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ നോർമലി നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ നിസ്കാരത്തിനൊക്കെ ശേഷം നിങ്ങൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്താണെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്, കാരണം ഇത്രയും അതായത് രാവിലെ നിങ്ങളത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈവനിങ് 6:30 ആ ഒരു സമയത്താണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഇത്രയും സമയം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കണം, കാരണം വെള്ളം കുടിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് ഫുൾഫിൽനെസ് തരുന്നതായിരിക്കണം. നോർമലി നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വയറിൽ കുറച്ചും കൂടി ഒരു അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ഫുൾനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാലഡ്സും അപ്പോൾ തന്നെ സീഡ്സുകളും നട്ട്സുകളും എല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങളൊരു പോർഷൻ കഴിക്കാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യരുത്, അരിയാഹാരം കൂടുതൽ ഉൾപ്പെടുത്തരുത്. നിങ്ങൾക്ക് കഴിക്കാം, ചെറിയൊരു അളവിലൊക്കെ കഴിക്കാം, ഒട്ടും തന്നെ കഴിക്കേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്ന പോലെ ചോറൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആ നോമ്പ് അല്ലെങ്കിൽ ആ നോമ്പ് എടുക്കുന്നത് കൊണ്ട് വലിയൊരു ചേഞ്ചസ് നമുക്ക് അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ വെയിറ്റ് കുറയാത്തതിൻ്റെ ഒക്കെ ഒരു റീസൺ അതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ബോഡിക്ക് മാറ്റം ഉണ്ടാവും, പക്ഷെ നമ്മൾ ആ ഒരു എഫേർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ രാവിലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചോറൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു അളവിലോട്ട് അത് ഒന്ന് കൊണ്ടുവരിക. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് തോരനും കാര്യങ്ങളും കറികളും ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പോൾ രാവിലെ തന്നെ ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും നോൺ വെജ് ഐറ്റംസ് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവരാകുമ്പോൾ പച്ചക്കറികളും ഉപ്പേരിയൊക്കെ ആയിരിക്കണം കൂടുതൽ അളവിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ഉൾപ്പെടുത്തുക, ചോറിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ എന്താണെങ്കിലും പ്രോട്ടീൻ സോഴ്സ് വേണം. അതിന് നമ്മൾ കൂടുതലായിട്ടും മുട്ട നമുക്ക് രാവിലെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല. അപ്പോൾ ഒരാൾക്ക് 2 മുട്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ രാവിലെ കഴിച്ചോളാം. അപ്പോൾ ചോറ് നമ്മൾ അത്രയും കുറവാണ് എടുക്കുന്നത്. അപ്പോൾ ചോറ് കഴിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുട്ടയോ അല്ലെങ്കിൽ നേന്ത്രപ്പഴം നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം വയറിനൊരു ഫുൾനെസ്സും കാര്യങ്ങളും തരും, അതെടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഓവർനൈറ്റ് ഓട്സോ അങ്ങനെയൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിക്കാം. അപ്പം ഇത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചോറേ കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ ഈ പറയുന്ന പോലെ ഓവർനൈറ്റ് ഓട്സ് സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ എന്ത് ചെയ്യും, നല്ലൊരു ഫുൾനെസ് നിങ്ങൾക്ക് തരുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രോട്ടീൻസും ഫൈബേഴ്സും കൂടുതൽ എടുക്കുക, നാരുകളും കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ വിശപ്പ് പെട്ടെന്ന് നിങ്ങൾക്ക് വരില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏതെങ്കിലും കഴിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ പേരയ്ക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. വൈറ്റമിൻ സി കിട്ടും അതിൻ്റെ അകത്തുനിന്ന്. അപ്പം ആ ഒരു രീതിയിൽ പേരയ്ക്ക എടുക്കുക. അപ്പോൾ അത് രാവിലെ എടുക്കുക. പിന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സമയത്ത് വെള്ളവും കുടിക്കുക. അപ്പം അല്ലെങ്കിൽ ഗ്രീൻ ടീ പോലുള്ളതാണെങ്കിൽ ഗ്രീൻ ടീ പോലുള്ളത് ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് സമയമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളത് ബ്രേക്ക് ചെയ്യും. വൈകുന്നേരം ആ ഒരു നിസ്കാരത്തിന് ശേഷം നിങ്ങളത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട്, ഇപ്പം നല്ല വെയിറ്റൊക്കെ ഉള്ള വ്യക്തികളാണ് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ½ ആൻ അവർ മുമ്പായിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു വാക്കിങ് കാര്യങ്ങളൊക്കെ ഒരു അരമണിക്കൂർ മുൻപായിട്ട് അങ്ങോട്ട് ചെയ്യാം. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എക്സസൈസും ആയി. പിന്നെ ഒരു കറക്റ്റ് ½ ആൻ അവർ ആകുമ്പോൾ നമ്മളത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ജ്യൂസ് കുടിക്കുക. കാരണം അത്രയും നേരം അവർ ദാഹിച്ച് വെള്ളമൊന്നും കുടിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഫോക്കസ് പോകുന്നത് ഒരു ജ്യൂസിലോട്ടായിരിക്കും. അപ്പം ജ്യൂസ് കുടിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ ഒഴിവാക്കുക. അപ്പം ജ്യൂസ് എന്നുള്ളൊരു ഓപ്ഷനെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് അതൊരു ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്രൂട്ടായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളൊരു സ്വീറ്റിലോട്ട് പോവാതിരിക്കുക. അപ്പം സംഭവിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ കഴിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലുള്ളതൊക്കെ നിങ്ങൾ കഴിക്കണം. അപ്പം നമ്മളൊരു മധുരം തന്നെ സ്റ്റാർട്ടിങ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വയറ് അവിടെ ഫുള്ളാവും. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ വിശപ്പ് വരികയും ചെയ്യും. അതുകൊണ്ട് സ്റ്റാർട്ടിങ് തന്നെ ആ ഒരു ഓപ്ഷൻ എടുക്കാതെ, ഇപ്പം ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്, കാരണം ഡേറ്റ്സിനകത്ത് കൂടുതൽ ഫൈബേഴ്സ് വരുന്നുണ്ട്. ഡേറ്റ്സ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഒരുപാട് അളവിൽ നിങ്ങൾ കഴിക്കരുത്. ചില ആളുകളുണ്ട് ഒരുപാട് അളവിൽ ഡേറ്റ്സ് കഴിക്കുക. നിങ്ങൾക്ക് അവിടെ പറയുന്നത് 1 or 2 ഡേറ്റ്സ് കഴിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പം അത് നിങ്ങൾ എടുക്കുക, വാരി വലിച്ച് കഴിക്കാതിരിക്കുക. കാരണം ഫ്രക്ടോസും ഗ്ലൂക്കോസും ഒക്കെ അതിനകത്ത് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും. അപ്പോൾ നമുക്കതൊരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഡേറ്റ്സ് കഴിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ ഡേറ്റ്സിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും ഉണ്ടായിരിക്കും. അതൊന്ന് ഡൈല്യൂട്ട് ആവാൻ നമുക്ക് കുറച്ച് വെള്ളവും ഒരു ഇളം ചൂടുവെള്ളം
അതുപോലെ തന്നെ ഈ നോമ്പ് കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുന്നവരുണ്ട്, ജ്യൂസ് മാത്രമല്ല തണുത്ത വെള്ളം കുടിക്കുന്നവരുണ്ട്. അതും ശ്രദ്ധിക്കുക. അതും നമ്മുടെ ഈ ഒരു വാസോ കൺസ്ട്രക്ഷൻ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ദഹനം വളരെ സ്ലോ ആവുകയും ചെയ്യും. അപ്പം ഒരു ഇളം ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നിങ്ങൾക്ക് മറ്റെന്തൊക്കെയാണോ വരുന്നത്, ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് നല്ല ഓപ്ഷനാണ്. ഒരുപാട് ഫ്രൂട്ട്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, വെജീസും കട്ട് ചെയ്ത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹെൽത്തി ഫോമിൽ സാലഡ്സുകൾ ഉണ്ടാക്കാം. ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട്, യോഗേർട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സാലഡ്സ് ഒരു ഓപ്ഷനാണ്. പിന്നെ ഇപ്പം റൈസ് ഐറ്റംസ് ആയിരിക്കും കൂടുതലും ആളുകൾ ആ ഒരു സമയത്ത് കഴിക്കാം. ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഒരു ഗീ റൈസ് അല്ലെങ്കിൽ ഒരു ബിരിയാണി റൈസ് ഒക്കെ ആണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക, കൂടുതൽ അളവിലോട്ട് പോകാതിരിക്കുക. ക്വാണ്ടിറ്റി കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ള മീറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറച്ചധികം അളവിൽ എടുക്കുക. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് ആ സമയത്ത് കഴിക്കുക. കാരണം നിങ്ങളൊരു 6:30 ആ ഒരു സമയത്ത് തന്നെ കഴിക്കും. ഒരു 7ൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളത് കഴിച്ച് തീർക്കും. പിന്നെ നിങ്ങൾ വല്ലാതെ ലാഗ് ചെയ്ത് ഒരുപാട് സമയം ഇരിക്കില്ല ഫുഡിൽ. പിന്നെ നിങ്ങൾക്കൊരു നേരത്തെ കിടന്ന് ഉറങ്ങാം. ഒരു 9 മണി 9:30 ഒക്കെ ആവുന്ന സമയത്ത് ആ സമയത്ത് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പം നല്ലൊരു ദഹനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ ഒരു ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ റൂട്ടീനിൽ കുറേ ചേഞ്ചസും വരും. ഞാൻ പറഞ്ഞ പോലെ എക്സസൈസും ചെയ്യാം. അതായത് ബ്രേക്ക് ചെയ്തതിന് അരമണിക്കൂർ മുൻപായിട്ട് എക്സസൈസും ആയി, അതിനുശേഷം ഒരു ഹെൽത്തി ഫോമിൽ ഫുഡും എടുക്കുക. പിന്നെ എല്ലാ ദിവസവും റൈസ് തന്നെ കഴിക്കണം എന്നില്ല. പിന്നെ മില്ലറ്റ്സോ ചപ്പാത്തിയോ റാഗി കൊണ്ടുള്ള ഐറ്റംസുകളൊക്കെ തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. മധുരമുള്ളതും എണ്ണക്കടികളും മാക്സിമം ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ കുറയ്ക്കാൻ നോക്കുക. അപ്പം തന്നെ നല്ല ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു നോമ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഡയബറ്റീസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ആകുമ്പം ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മധുരമുള്ളത് സെലക്ട് ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് അവർ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു 1 മന്ത് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരുന്നത് നോക്കുക. നല്ല മാറ്റം തന്നെ 1 മന്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ കുറച്ചും കൂടി ഫ്രഷ് ആവും. നിങ്ങൾക്ക് ഫ്രഷ്നെസ് ഈ നോമ്പ് എടുക്കുന്നത് തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് നിങ്ങളുടെ ബോഡിക്കാണെങ്കിൽ എല്ലാം തന്നെ നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ തരുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിലും കൂടി ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഫ്രഷ് ആവുകയും നിങ്ങളെ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം. നന്ദി.